3 ദിവസങ്ങളിലായി നടന്നുവരുന്ന CPIM എറണാകുളം ജില്ലാ സമ്മേളനം ലക്ഷം പേർ അണിനിരക്കുന്ന ബഹുജന റാലിയോടെ ഇന്ന് സമാപിക്കുകയാണ്. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുക്കും. പുതിയ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുകയാണ്. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്മേളനം അതിന് അവസാനിക്കുകയാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്നത്തെ ക്രമീകരണങ്ങൾ എങ്ങനെ? സാലി, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ആതിര, തീർച്ചയായും സമ്മേളന നടപടിയിൽ നിന്ന് അവസാനിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മേൽക്കം ഘടകത്തിലെ നേതാക്കന്മാർ ഈ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റിലായിരിക്കും ഈ പുതിയ ജില്ലാ കമ്മിറ്റി ഒക്കെ സംബന്ധിച്ച് പാനൽ അവതരണം സംബന്ധിച്ച് ഒരു ധാരണയിലെത്തുക. അതിനുശേഷം സമ്മേളനം ഒരു 11-11:30 ആരംഭിക്കും. ഇന്നലെ വൈകുന്നേരം അവസാനിച്ചത് പുനരാരംഭിക്കും. അപ്പോൾ ഈ പാനൽ അവതരിപ്പിക്കുക. പാനൽ സാധാരണ നിലയിൽ ജില്ലാ സമ്മേളന പ്രതിനിധികൾ അംഗീകരിച്ച് പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വരികയാണ് പതിവ്. അതായിരിക്കും ഇവിടെയും നടക്കുക. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ ജില്ലാ സെക്രട്ടറി നിശ്ചയിക്കും. ഒപ്പം തന്നെ കൊല്ലം സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഇന്ന് ഈ സമ്മേളനം നിശ്ചയിക്കും. അതോടുകൂടി പ്രതിനിധി സമ്മേളന ഘട്ടം അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുസമ്മേളനം. ഏതാണ്ട് 1 ലക്ഷത്തോളം ബഹുജനങ്ങൾ അണിനിരക്കുന്ന വലിയൊരു ബഹുജന റാലിയാണ് നഗരം കാത്തിരിക്കുന്നത്. ഒപ്പം 15,000-ഓളം ചുവപ്പ് സേനാംഗങ്ങൾ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചുണ്ട്. ഒപ്പം വനിതകളുടെ ഒരു മാർച്ചുണ്ട്. അങ്ങനെ വളരെ വിപുലമായ ബഹുജന റാലി, റെഡ് വോളണ്ടിയർ മാർച്ചൊക്കെ ഉൾപ്പെടെ ഒരു വലിയ പരിപാടിയാണ് സമാപനത്തോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ പൊതുസമ്മേളനമുണ്ട്. മറൈൻ ഡ്രൈവിൽ സീതാറാം യെച്ചൂരി നഗറിൽ വൈകിട്ട് ഒരു 5-5:30 മുഖ്യമന്ത്രി CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാർട്ടിയുടെ PB അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി എറണാകുളത്ത് നടന്നു വരുന്ന എറണാകുളം ജില്ലാ സമ്മേളനത്തിന് പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും ഒക്കെ ഉൾപ്പെടെ അറിയാം. ഒട്ടേറെ വിഷയങ്ങൾ, സമകാലികമായ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്താണ് ഈ സമ്മേളനം കടന്നുപോയത്. കഴിഞ്ഞ 3 വർഷക്കാലം ഈ സമ്മേളന കാലയളവിൽ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ച, പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും പാർട്ടി നേടിയ നേട്ടങ്ങൾ, എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് വിലയിരുത്തിയാണ് സമ്മേളനം പൂർത്തിയാകുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങളുടെ ഒരു രീതി. അതാണ് ഇവിടെയും നടന്നത്. ഏതായാലും സമ്മേളനം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒപ്പം ജില്ല നേരിടുന്ന അല്ലെങ്കിൽ സംസ്ഥാനവും രാജ്യവും നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചില പ്രമേയങ്ങൾ സമ്മേളനം അവതരിപ്പിച്ചു. ഒപ്പം തന്നെ കൊച്ചി മെട്രോ ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച്, ശബരി റെയിൽപാത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നത് സംബന്ധിച്ച്, പൊക്കാളി കൃഷിയുടെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി സംബന്ധിച്ച്, വന്യജീവി മേഖലയിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണം സംബന്ധിച്ച് ഒക്കെ സത്വരമായ ഇടപെടൽ, സമഗ്രമായ നയരൂപീകരണം വേണമെന്നൊക്കെ സംബന്ധിച്ച് ഒട്ടേറെ 15ഓളം പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട്. ഏതായാലും സമ്മേളനം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് പൂർത്തിയായുടൻ സമ്മേളനം പുനരാരംഭിക്കും. അവിടെ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കൽ മാത്രമാണ്, പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും നിശ്ചയിക്കൽ മാത്രമാണ് ഇന്ന് പ്രതിനിധി സമ്മേളനത്തിലെ അജണ്ട. ഉച്ചയ്ക്ക് ശേഷം സമാപന പരിപാടികളിലേക്ക് കടക്കും. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.